ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. പുതുതായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗത്ത് പുതിയൊരു സ്റ്റേഷൻ, അതിന്റെ മറുഭാഗത്തായിട്ട് വലിയൊരു റിസോർട്ട്. ഒരു കാട്ടിലൂടെ വേണം ഈ ഒരു ട്രെയിനിന് പോകാനായിട്ട്. അങ്ങനെ കുറച്ചധികം യാത്രക്കാർ ആദ്യമായിട്ട് ആ ട്രെയിനിൽ കുറച്ചധികം വിനോദസഞ്ചാരികൾ കയറുകയാണ്. കാട്ടിലൂടെ അവർ ആ ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ആ ട്രെയിനിലും അതുപോലെ തന്നെ ആ കാട്ടിലും വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേ, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാടിന് നടുവിലൂടെ വലിയൊരു റെയിൽ പാളം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു പണി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മാനേജറായിട്ടുള്ള സാൻഡോ, എഞ്ചിനീയർമാര്, അതുപോലെ തന്നെ ട്രെയിനിന്റെ ചില പ്രധാനിയായിട്ടുള്ള ക്യാപ്റ്റന്മാര്, പിന്നെ കുറച്ചധികം തന്നെ തൊഴിലാളികൾ. എന്തായാലും ഈ ഒരു സമയത്ത് ഇവരെ കാണാനായിട്ട്, അതായത് പ്രധാനമായിട്ടും മാനേജറായിട്ടുള്ള സാൻഡോയെ കാണാനായിട്ട് ചില ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ പറയാണ്, സാറേ, നിങ്ങൾ ഈ ഒരു ട്രെയിൽ പാളം ഇതിലൂടെ കെട്ടാൻ പാടില്ല. കെട്ടിക്കഴിഞ്ഞാൽ മരണത്തെക്കാൾ ഭീകരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മാനേജർ ഈ വന്ന ആൾക്കാരെ അടിച്ചു ഓടിക്കാണ്. പോയിടുന്ന് ഒരു പരിപാടി കൊണ്ട് വരുമ്പോൾ അതിന് തടസ്സമായിട്ട് ഓരോരുത്തർമാര് വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതിനുശേഷം അവിടെ ജോലി ചെയ്യുന്ന ട്രെയിൽ പാളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ കാണിക്കുകയാണ്. സമയമായപ്പോൾ എല്ലാവരും തിരിച്ചു പോകണം എന്ന് ഒരാൾ മാത്രം, ടാർഗോ എന്ന് പേരുള്ള ഒരാൾ മാത്രം അവിടുന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറയണം, എന്താടാ ഇനിയും പണിയെടുത്തോണ്ടിരിക്കുന്നത്, മതി നിർത്തുവാന്ന് പറഞ്ഞപ്പോ, അറിയാലോടാ എനിക്ക് ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്, നിനക്കും അതുപോലെ ആവശ്യമില്ലേ, എന്തിനാ പിന്നെ വെറുതെ ഈ പണി നിർത്തുന്നത്, അവിടെ പോയിട്ട് എന്തിനാ വെറുതെ ഇരിക്കാനല്ലേ, എല്ലാ സമയം കൊണ്ട് കുറച്ച് ഓവർ ഡ്യൂട്ടി എടുക്ക്, പണി വേഗം തീർക്കാൻ പറ്റുമോ നോക്ക്, എന്തായാലും കാശ് കിട്ടുമല്ലോ. ഇവർ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടണലിന്റെ ഉള്ളിലേക്ക് കുറച്ച് കല്ലുമായിട്ട് ഒരാൾ പോകുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ആ ഒരു കൂട്ടുകാരൻ പറയണം, നമുക്ക് എന്തായാലും കുറച്ചു നേരം കൂടെ വർക്ക് ചെയ്യാന്ന്. ഇവരിങ്ങനെ പണിയെടുത്തു കൊടുക്കുമ്പോൾ ഉൾക്കാട്ടിൽ നിന്നും എന്തോ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു ഫ്രണ്ട് പറയണം, എടാ നേരത്തെ ഒരു അങ്ങ് പോയില്ലേ, അവനെവിടെ, അവനെ കാണാനില്ലല്ലോ. ഇത് നോക്കിയിട്ട് ഇവര് നേരെ ടണലിന്റെ അടുത്തേക്ക് ചെന്നു. കുറച്ച് ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ മുകളിൽ അതിഭീകരമായിട്ടുള്ള ഒരു രൂപത്തിനെ കാണുകയാണ്. അതിന്റെ കൂടെ തന്നെ അത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പോയ ആള് മാത്രമല്ല, അയാൾ കൊണ്ട് ആ ഒരു കല്ലുണ്ടല്ലോ ഇയാളുടെ ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ കല്ല് മുഴുവൻ ഓരോന്നോരോന്നായിട്ട് ഇയാളുടെ ദേഹത്ത് ഇങ്ങനെ അറ്ററ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ഉള്ളത് പറയുകയാണെങ്കിൽ അതിക്രൂരമായിട്ടുള്ള വളരെയധികം മാരകമായിട്ടുള്ള ഒരു മരണം എന്ന് പറയാം. ബാക്കിയുള്ള ആ രണ്ടാൾക്കാരും അവിടെ വെച്ച് തന്നെ പിന്നീട് മരണപ്പെടുന്നുണ്ട്. പിന്നീട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു ട്രെയിൽ പാളം, അതിന്റെ ആ ഒരു ടണല്, എല്ലാത്തിന്റെയും നിർമ്മിതിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനും ഓപ്പൺ ആയിട്ടുണ്ട്. ശങ്കര എന്നാണ് അതിന്റെ ആ ഒരു പേര്. ഇന്ന് അതിന്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന്റേതായ ഓരോ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കണ്ണാടി വെച്ച ഒരാളെ കണ്ടോ, അയാളാണ് കാശ് ഇറക്കുന്നത്. ഇതിന്റെ ശരിക്കും മുതലാളി അല്ലെങ്കിൽ ബോസ് എന്ന് പറയും. അയാളുടെ കൂടെ തന്നെ ഇരിക്കുന്ന ആളാണ് ആ ഒരു മാനേജർ. അയാൾ തൽക്കാലം നമുക്ക് സാൻഡോ എന്ന് വിളിക്കാം. അതായത് ഇവിടുന്ന് ഈ ഒരു ട്രെയിന് പുറപ്പെടാൻ പോകുന്നത് വലിയൊരു റിസോർട്ടിലേക്കാണ്. ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ട്രെയിൽ പാളം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമാണ് അങ്ങോട്ടേക്കുള്ള ആ ഒരു കാഴ്ചയും അല്ലെങ്കിൽ ആ ഒരു യാത്ര എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ യാത്രക്കാർക്കെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റിസോർട്ടിന്റെ ചെറിയൊരു മിനിയേച്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള മിസാന്റെയും അതുപോലെ തന്നെ അവളുടെ അനിയത്തിയായിട്ടുള്ള റോബിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. രണ്ടുപേരും ആ ഒരു റിസോർട്ട് നോക്കി നിൽക്കാണ്. ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ സ്റ്റേഷന്റെ പുറത്തായിട്ട് കുറച്ച് സ്ത്രീകൾ വന്നിട്ട് സമരം നടത്തുന്നുണ്ട്. അതായത് ഈ ട്രെയിൽ പാളത്തിന്റെ പണിക്ക് വേണ്ടി പോയ ഇവരുടെ ആരുടെയും ഹസ്ബൻഡ്, ഭർത്താക്കന്മാര് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഇതിനെ ചൊല്ലിയാണ് സ്ട്രൈക്ക് നടക്കുന്നത്. ഇതെന്താ കാര്യം എന്ന് ഈ മാനേജറോട് സാൻഡോയുടെ ബോസ് ചോദിച്ചപ്പോൾ, അതൊന്നുമില്ല സാറേ, എപ്പോഴും ഉണ്ടാവുമല്ലോ പുതുതായിട്ട് ഒരു പരിപാടി തുടങ്ങുമ്പോൾ അതിനെ തടുക്കാനായിട്ട് കുറെ ആൾക്കാർ, അതിൽപ്പെട്ടതാണ്, മൈൻഡ് ആക്കണ്ടെന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം വന്ന ആ ഒരു പാസഞ്ചേഴ്സ് എല്ലാവരും ആ ഒരു ട്രെയിനിലേക്ക് കയറുകയാണ്. വലിയൊരു ട്രെയിനൊന്നുമല്ല, 5 ബോഗിയുള്ള ചെറിയൊരു മിനി ട്രെയിൻ ആണ്. അതിൽ തന്നെ ഈ വരുന്നവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഇൻചാർജ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ട്, ടാക്കോണ്. അവനിപ്പോ നമ്മുടെ ഈ ഒരു മിസാന്റെയെ കണ്ട സമയത്ത് തന്നെ ഒന്ന് സൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ക്രഷ് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മിസാന്റെക്കും അതുപോലെ റൂബിക്കും കിട്ടിയിരിക്കുന്ന ഒരു ബോഗിയുടെ നമ്പർ 5-ാമത്തെയാണ്, അതായത് ഏറ്റവും അവസാനത്തെ. ഇവരവിടെ പോയിരിക്കുകയാണ്. ഇവരുടെ തൊട്ട് പിന്നിൽ തന്നെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട്. എല്ലാവരും കയറി ഇരുന്ന് സെറ്റ് ആയതിനു ശേഷം ഈ ടാക്കൂൺ വന്നിട്ട് ഓരോ ബോഗിയുടെ ഇടയിലും ഒരു ഡോർ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ലോക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ സമയത്ത് മറ്റൊരു ബോഗിയിൽ ടോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനും അതുപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഈ ടോണിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെയോ ഉടായിപ്പ് കാണിച്ച് കുറെ ആൾക്കാരെ പറ്റിച്ച് വലിയൊരു തുകയുമായിട്ട് ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. സോ ആ ഒരു തുക പെട്ടിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബാഗിലാക്കി അത് അവന്റെ കയ്യിൽ തന്നെയുണ്ട്. അപ്പൊ അതിലൂടെ വന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, അവര് പറയണ, സാറേ ഇങ്ങനെ ബാഗ് കയ്യിൽ വെക്കാൻ പറ്റില്ല, മുകളിൽ സ്ഥലമുണ്ട്, അവിടെ വെച്ചോന്ന് പറയണം. ഇപ്പൊ ടോണി മനസ്സില്ലാ മനസ്സോടെ ആ ഒരു ബാഗ് അവിടെ വെക്കുന്നുണ്ട്. അടുത്ത സീനിൽ യാത്രക്കാരിൽ ഒരാളായിട്ടുള്ള റംല എന്ന ലേഡിയെ കാണിക്കുകയാണ്. ഈ റംല ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥയുടെ ആരംഭത്തിൽ എക്സ്ട്രാ വർക്ക് എടുക്കണം, ഭാര്യയെ നോക്കണം, കുട്ടിയെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞില്ലേ, ടാർഗോ, അയാളുടെ വൈഫാണ് റംല. തന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു വന്നതാണ് റംല. അതേ നേരം തന്നെ റംല അവരുടെ ആ ഒരു സീറ്റിലിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു ഹാലൂസിനേഷൻ തോന്നുകയാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നൊന്നും അറിയില്ല. അപ്പുറത്തെ ബോഗിയിലേക്ക്
ബാത്റൂമിലേക്ക് പോകുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഡോർ ഉണ്ടല്ലോ, അതിലൊരു റിഫ്ലക്ഷൻ അവർ കാണുന്നുണ്ട് തന്റെ ഭർത്താവിന്റെ പോലെ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കിയെങ്കിലും പ്രത്യേകിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ക്യാൻറ്റീൻ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ലേബർ ഡ്രസ് ഇട്ട ഒരാളെ നിങ്ങൾ കണ്ടായിരുന്നോ? ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ, ഇല്ല മാഡം അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തെ ബോഗിയിൽ പണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതിന്റെ എല്ലാം ബോസും പിന്നെ ആ ഒരു സാന്റോയും എല്ലാവരും ഉണ്ട്. എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് റംലി ചോദിച്ചപ്പോൾ ഇപ്പൊ ആ ഒരു ലേഡി പറയാണ്, മാഡം അതിന് പറ്റില്ല കേട്ടോ, അങ്ങോട്ടേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ഇനിയിപ്പോ മാഡത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞോ, അല്ല ഫുഡോ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് തരാന്ന് പറയണം. തൽക്കാലത്തേക്ക് ഇപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് റംല അവരുടെ ആ ഒരു സീറ്റിൽ പോയിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ മിസാന്റെയും അതുപോലെ തന്നെ റൂബിയും കാണിക്കുകയാണ്. റൂബി ആണെങ്കിൽ പുറത്തെ ആ ഒരു ഗ്ലാസ്സിലൂടെ പുറത്തെ ആ ഒരു കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് പോകുന്നത്. മാത്രമല്ല ട്രെയിൻ തുടങ്ങിയ സമയത്തുള്ള ഒരു വിഷ്വല് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ മറന്നുപോയി. അതായത് കാട്ടിന് നടുവിലൂടെയല്ല ഈ ട്രെയിൻ പോകുന്നത്. സോ അതിന്റെ ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു ട്രെയിൻ പോകുന്ന ആ ഒരു വഴി എന്നൊക്കെ പറയുന്നത് അത്രയും മനോഹരമാണ്. ഫുൾ ആയിട്ടുള്ള കാടാണ്, ഫോറസ്റ്റ് ആണ്. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് റൂബിയും എല്ലാവരും പോകുന്നത്. പെട്ടെന്ന് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കാക്ക വന്ന് അടിക്കുന്നുണ്ട്. അവൾ ആകെ ഞെട്ടിപ്പോയി. ഇതേ സമയത്തിന് അവളുടെ ചേച്ചിയുടെ കയ്യിൽ അവളൊരു ഡയറി കാണുന്നുണ്ട്. എന്തോ അവളെ കാണാതെ അത് അവളുടെ ചേച്ചി മിസാന്റെ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് റൂബി കാണുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായി. അപ്പൊ റൂബി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി അതില്? ഒന്നുമില്ല എന്ന് പറയുമ്പോ, അല്ല എന്തുകൊണ്ട് അത് കാണിക്കുന്നു പറയാണ്. അപ്പൊ മിസാന്റെ പറയാണ്, സമയമാകുമ്പോൾ ആ ഒരു ഡയറി നിന്റെ കയ്യിൽ കിട്ടും, അപ്പൊ നിനക്കത് വായിക്കാന്ന് പറയണം. അതേ സമയത്ത് തന്നെ ഈ മിസാന്റിക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഭയങ്കരമായിട്ടൊരു മുട്ടയാണ്. അതുകൊണ്ട് തന്നെ മിസാന്റെ നേരെ ആ ഒരു ഡയറി അവിടെ വെച്ചിട്ട് ടോയ്ലറ്റിലേക്ക് പോവാണ്. ഇവരിപ്പോൾ ഉള്ളത് 5ാമത്തെ ബോഗിയിലല്ലേ. ഇതിന്റെ ടോയ്ലറ്റിൽ ഓൾറെഡി നല്ല ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ബോഗിയിലേക്ക് മിസാന്റെ പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ റൂബി ഉണ്ടല്ലോ, ചേച്ചി മറച്ചു വെച്ച ആ ഒരു ഡയറി അതെടുത്ത് അവള് വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചു നോക്കുമ്പോൾ എന്താ, അവളും അതുപോലെ തന്നെ റൂബിയും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ആയിരുന്നു ഒരുപാട് ഇതിലുണ്ടായിരുന്നത്. രണ്ടുപേരുടെയും ചെറുപ്പകാലത്തിലെ ആ ഒരു മെമ്മറീസ് ആണ് ആ ഒരു പുസ്തകം മുഴുവൻ. എന്നാൽ അതിൽ നിന്നും അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ മിസാന്റിക്ക് എന്തോ ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിനെ കുറിച്ച് ഇതുവരെയായിട്ട് റൂബിയോട് പറഞ്ഞിട്ടില്ല. അവൾ വിചാരിച്ചതുപോലെ തന്നെ എന്തോ ഒരു പെയിന് വന്നിട്ടാണ് മിസാന്റെ ബാത്റൂമിലേക്ക് പോയത്. അതുപോലെ തന്നെ വയറ് ഇറുക്കി പിടിച്ചിട്ട് അവൾ ഛർദ്ദിക്കുകയാണ്. വല്ലാതെ വേദന അവൾ സഹിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കണ്ണാടിയിൽ മിസാന്റെ കാണുന്നില്ല. എന്നാൽ നമ്മളൊരു കാര്യം കാണിച്ചു തരികയാണ്, ഒരു വല്ലാത്ത രൂപം. എന്നാൽ മിസാന്റെ അത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഛർദ്ദിച്ചതിന് ശേഷം വേദന കൊണ്ട് അവൾ ആ ഒരു വയറിലും പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ട്രെയിൻ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് പയ്യല്ല അതിവേഗത്തിൽ കയറി പോകുന്നുണ്ട്. ഇതേ സമയം മിസാന്റെ റൂബി രണ്ടുപേരുടെയും പിന്നിലായിട്ട് ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ. ആ കുഞ്ഞിനെ കാണിക്കുകയാണ്. ആ കുഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ടണലിന്റെ ഒരു ഭാഗത്തൂടെ എന്തോ ഒന്ന് പോകുന്നത് അവർ കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു ട്രെയിൻ നിയന്ത്രിക്കുന്ന ഒരു ക്യാപ്റ്റൻ CCTVയിലൂടെ നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തത്, അതായത് 5ാമത്തെ ബോഗിയിൽ ഡോറിന്റെ ഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുകയാണ്. സോ അങ്ങോട്ടേക്ക് ഒരു ടെക്നീഷ്യനെ വിടുന്നുണ്ട്. ഇപ്പൊ റൂബിയെ നോക്കുകയാണെങ്കിൽ ചേച്ചി കുറെ നേരമായി ടോയ്ലറ്റിലേക്ക് പോയിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ലല്ലോ. വിളിച്ചു നോക്കുമ്പോൾ ഫോൺ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് നേരെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ്. എന്നാൽ ആ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരാളെ വരുന്നത്. അപ്പൊ മിക്കവാറും 4ാമത്തെ ബോഗിയിലായിരിക്കും പോയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് റൂബിയും ഇതുപോലെ 4ാമത്തെ ബോഗിയിലേക്ക് പോവാണ്. ഇപ്പൊ നേരത്തെ ഒരു അമ്മയും കുഞ്ഞിനെയും കാണിച്ചില്ലേ, ആ കുഞ്ഞ് എന്തോ ഒന്ന് കണ്ടെന്ന് പറഞ്ഞില്ലേ. ആ പെൺകുട്ടിയെ പോലെ തന്നെ അതേ പ്രായത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയെ കാണുകയാണ്. ഇതിങ്ങനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചത് കൊണ്ട് തന്നെ ഈ കുട്ടി പതിയെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ഇടക്ക് ആ വിളിച്ച കുട്ടിയുടെ രൂപം മാറുകയാണ്. അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു ടെക്നീഷ്യൻ 5ാമത്തെ ബോഗിയിൽ വെച്ച് എന്തോ ഒന്ന് കണ്ട് ഇയാൾ ആകെ നിലവിളിക്കുകയാണ്. പിന്നീട് അവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ആ ഒരു ടണൽ വിട്ട് ട്രെയിൻ പുറത്തേക്ക് വന്നു. ഇതേ സമയത്ത് തന്നെ 4ാമത്തെ ബോഗിയിലേക്ക് പോയിട്ട് ചേച്ചിയെ ബാത്റൂമിൽ നിന്ന് വിളിച്ചില്ല. എന്താ ചേച്ചി ഫോൺ എടുക്കാത്തത്? ഞാനൊക്കെ ടെൻഷനായി പോയി. എന്തായാലും നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇവർ 5ാമത്തെ ബോഗിയിലേക്ക് കടക്കാൻ നിൽക്കുമ്പോണ്ടല്ലോ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണുകയാണ്. അതായത് 5ാമത്തെ ബോഗി അവിടെ ഇപ്പൊ ഇല്ല. ഈ 4ാമത്തെ ബോഗിയിൽ നിന്നും ആ ഒരു ബോഗി അടന്നു മാറി എങ്ങോട്ടോ പോയിട്ടുണ്ട്. ആകെ പേടിച്ചു പോയാ ഇപ്പോ ഈ മിസാന്റെ അതുപോലെ തന്നെ റൂബി രണ്ടുപേരും കൂടെ ഈ ഒരു ട്രെയിനിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടല്ലോ ടൈക്കൂൺ, അവന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയണം. ഇവനാകെ ടെൻഷനായിട്ട് വന്നു നോക്കുമ്പോൾ സത്യമാണ് 5ാമത്തെ ആ ഒരു ബോഗി കാണാനില്ല. വേഗം തന്നെ ആ ഡോറ് ഇവൻ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്തിന് ഒരു പാസഞ്ചർ വന്നിട്ട് എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണം, ഒന്ന് മാറി നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ ടാക്ക് പറയാണ്, നിങ്ങൾ തൽക്കാലം അവിടെ പോയി തിരിച്ചിരിക്കും, ഇവിടെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ ഈ വന്ന ആള് 5ാമത്തെ ബോഗി മിസ്സായ കാര്യം നേരിട്ട് കാണുകയാണ്. ഇയാൾ ആകെ ഭയക്കുന്നുണ്ട്. ഇപ്പൊ ടാക്കൂൺ പറയാണ്, നിങ്ങൾ ഒച്ച വെക്കില്ലേ, ബഹളം ഉണ്ടാക്കില്ലേ, അത് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരും ഇയാളുടെ ഭയം കണ്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 5ാമത്തെ ബോഗി കാണാതായ വിവരം ഇവരെല്ലാവരും അറിയുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ വല്ലാതെ പരിഭ്രാന്തരാവുകയാണ്. ഇതേ സമയത്ത് തന്നെ ടാക്കൂൺ പറയാണ്, ആരും പേടിക്കേണ്ട, ഇത് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. ഞങ്ങളുടെ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെറുതെ അവൻ അടിച്ചു വിടുകയാണ്. ആളുകളൊന്നും പാനിക് ആവാതിരിക്കാനും ഒന്ന് കൂളാകാൻ വേണ്ടി. അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ വിചാരിച്ചതുപോലെ ആളുകൾ ഒന്ന് കൂളാവുന്നുണ്ട്. ഇപ്പൊ 4ാമത്തെ ബോഗിയിൽ പെട്ടുകിടക്കുന്ന മിസാന്റെയും അതുപോലെ തന്നെ റൂബിയും കാണിക്കുകയാണ്. മിസാന്റെ പറയാണ്, ഞാൻ ഒന്നുകൂടെ ബാത്റൂമിലേക്ക് പോയിട്ട് വരാന്നിട്ട് പോകാൻ നിൽക്കുമ്പോൾ റൂബി പറയണം, ഞാനും കൂടെ വരാം, വേണ്ട നീ ഇവിടെ ഇരുന്നോന്ന് പറയണം. ഞാൻ വരുമ്പോഴേക്കും ഒരു കോഫി നീ മേടിച്ചു വെക്കുക എന്ന് പറയണം. അങ്ങനെ മിസാന്റെ പോയി കഴിഞ്ഞപ്പോൾ റൂബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് മിസാന്റെയുടെ ഡോക്ടറായിരുന്നു. റൂബി ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതുപോലെ മിസാന്റെയുടെ ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നെ എന്തിനാ വിളിച്ച് ചോദിച്ചപ്പോൾ മിസാന്റെയെ 2-3 ദിവസമായിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചതേ ഉള്ളൂ. ട്രീറ്റ്മെന്റോ കാര്യങ്ങൾക്കോ ഒന്നും അവൾ റെസ്പോൺസ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ അവൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ എന്താ കാര്യം എന്ന് റൂബി ചോദിച്ചപ്പോൾ മിസാന്റെക്ക് ക്യാൻസർ ആണ്, അധികം
വൈകാതെ തന്നെ അവൾ മരണപ്പെടാൻ വേണ്ടി പോവാണ്. അത് അതിൻ്റെതായ മൂർധന്യ അവസ്ഥയിലാണ് എന്ന് കരുതി മരുന്ന് കഴിക്കാതിരുന്നാൽ അത് കുറച്ചുകൂടി മൂർച്ഛിക്കല്ലേ ഉള്ളൂ. ഈ ഒരു കാര്യം കേട്ട് റൂബി ആകെ സ്റ്റണ്ണിങ് ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് പോവാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മിസാൻഡി വരുന്നുണ്ട്. അവളുടെ ആ ഒരു ഇരുത്തം കണ്ടപ്പോൾ തന്നെ മിസാൻഡിക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ റൂബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. റൂബിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോ മിസാൻഡിയെ നോക്കിയിട്ട് പറയണേ, ചേച്ചി എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എന്നിട്ട് എന്തിനാ എന്നോട് ഈ കാര്യമൊക്കെ മറച്ചു വെച്ച്. ഇപ്പൊ മിസാൻഡിയും ചെറിയൊരു വിഷമത്തോട് കൂടിയിട്ട് പറയാണ്, റൂബി എന്തായാലും സംഭവങ്ങള് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും, ഞാൻ അധിക നാളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഉള്ള സമയത്ത് കാര്യങ്ങളൊക്കെ നിന്നിൽ നിന്ന് മറച്ചു വെച്ച് നിന്റെ കൂടെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ യാത്രകൾ എൻജോയ് ചെയ്യാനാണ് ഈ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നത്. എന്തായാലും എന്തൊക്കെയായാലും റൂബിക്ക് ഈ ഒരു കാര്യം സഹിക്കാൻ കഴിയുന്നില്ല. ചേച്ചിയുടെ ആ ഒരു അവസ്ഥയും അസുഖവും എല്ലാം കേട്ട സമയത്ത് അവൾ വല്ലാതെ ഷോക്കായി പോവാണ്. ചേച്ചിയെ പിടിച്ചപ്പോൾ കരയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ടെക്നിക്കൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ട്രെയിനിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ടാക്കുൻ നേരെ പോയിട്ട് ആ ഒരു എന്താ പറയാ സ്വിച്ച് ബോക്സ് ഉണ്ടല്ലോ അത് തുറന്നു നോക്കാണ്. തുറന്നു നോക്കിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരുമാതിരി പശ പോലെ എന്തോ ഒന്നിങ്ങനെ തൂങ്ങി ഒലിക്കുന്നു. ഇത് കണ്ട് അവന് വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. ഇതെന്താണ് ഇത്രയും പുതിയ ട്രെയിനിന്റെ ഉള്ളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇതേ സമയം തന്നെ അവിടുത്തെ കണ്ണാടിയുടെ ആ ഒരു റിഫ്ലക്ഷനിൽ അവൻ ഒരുപാട് രൂപങ്ങളെ കാണാണ്. ആകെ പേടിച്ചു പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇപ്പൊ ട്രെയിനിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വരാണ്. എന്താ കാര്യം, എന്തിനാണ് ഈ ഒരു ബോക്സ് തുറന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ടേക്കൺ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. സാറേ അവിടെ ഒരു റിഫ്ലക്ഷൻ സാറ് കാണുന്നുണ്ട്. ക്യാപ്റ്റൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അല്ല എന്തിനാ ഈ ഒരു ബോക്സ് തുറന്നതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ടാക്കുൺ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് 5ാമത്തെ ബോഗി അത് മിസ്സായിട്ടുണ്ട്. അപ്പൊ എന്താണ് വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കണമല്ലോ, അതിനുവേണ്ടി ഇത് തുറന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ ക്യാപ്റ്റൻ ഇത് നോക്കുകയാണ്. ക്യാപ്റ്റനും ആകെ ഞെട്ടിപ്പോയി. എന്നാൽ ക്യാപ്റ്റൻ പറയാണ്, ഇപ്പൊ നിലവിൽ നീ ഒന്നും ചെയ്യണ്ട, ബോസും അതുപോലെ തന്നെ മാനേജറും അവർ മുന്നിലിരിക്കുകയാണ്. ഈ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അതുപോലെ പാസഞ്ചേഴ്സ് കൂടുതലായിട്ട് ഇതറിയാതിരിക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കണം. എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം എന്താ സംഭവിച്ചതെന്ന്. തൽക്കാലം നീ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്ന ടാക്കൂണിനോട് ക്യാപ്റ്റൻ പറയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ ടാക്കൂൺ ഇപ്പൊ നേരെ മിസാൻഡ റോബി ഇവർ രണ്ടുപേരാണല്ലോ ഈ കാര്യം നേരിട്ട് കണ്ടത്. അവരോട് പോയിട്ട് കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ ഒരു ബോഗി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബാഗും സാധനങ്ങൾ അതിൽ തന്നെ ഉണ്ട്, അതെന്തായാലും റിസോർട്ടിൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇപ്പൊ തൽക്കാലം വേണമെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് ആ ഒരു ബോഗിയിൽ പോയിരുന്നോ എന്ന് പറയണം. ഇതേ സമയം തന്നെ വീണ്ടും ഈ ഒരു ട്രെയിൻ മറ്റൊരു ടണലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഭാഗത്തും നല്ല ഇരുട്ടായിരിക്കുമല്ലോ. ഇരുട്ടായ സമയത്ത് ഇവരെല്ലാവരും 4ാമത്തെ ബോഗിയിൽ വെച്ച് അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് ഒരു വല്ലാത്ത ചിരി കേൾക്കാണ്. എല്ലാവരും ആദ്യം കേട്ടൊന്ന് ഭയന്നു പോയി. പിന്നെ നോക്കുമ്പോ അല്ലേ റീൽസ് കണ്ട് ആ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന, അതായത് ആ ബോഗിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് വെറുതെ കിടന്ന് ചിരിക്കുകയായിരുന്നു. അത് കേട്ടാണ് എല്ലാവരും ഭയന്നത്. അതായിരുന്നു കാര്യം എന്ന് കരുതിയിട്ട് ഇവരൊക്കെ ഒന്ന് നോർമൽ ആയിരിക്കുന്ന സമയത്ത് ആ ബോഗിയിൽ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരും വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്വന്തം കഴുത്ത് പിടിച്ച് നിൽക്കുക, ഉറക്കൻ അലറാൻ തുടങ്ങുക, ഭ്രാന്തന്മാരെ പോലെ ഓരോ കാര്യങ്ങൾ കാണിക്കൂട്ടുക. ഇതെല്ലാം കണ്ട് ആകെ അമ്പരപ്പ് തോന്നിയ ഒരു ഫോട്ടോഗ്രാഫർ ഇതെല്ലാം വേഗം ഫോട്ടോ എടുക്കുകയാണ്. ഇതിനിടയിൽ ഒരു വല്ലാത്ത രൂപം ഈ 4ാമത്തെ ബോഗിയുടെ മുകളിലൂടെ വരുന്നുണ്ട്. അതായത് 5ാമത്തെ ബോഗിയിൽ അന്ന് എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് നമ്മളെ കാണിച്ചില്ല. എന്നാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് 4ാമത്തെ ബോഗിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചു തരികയാണ്. ആ ഒരു വല്ലാത്ത രൂപം വരുന്നത് അതും ഈ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് വന്ന പാട് തന്നെ ആദ്യം കൊല്ലുന്നത് ഈ ഒരു ഫോട്ടോഗ്രാഫറെയാണ്. ഇയാളുടെ മുഖക്കാകെ വളച്ചൊട്ടിച്ചു കളഞ്ഞു. ആ ഒരു വിഷ്വൽ തന്നെ നിങ്ങൾ നോക്കിയേ. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ 3ാമത്തെ ബോഗിയിലേക്ക് കയറാൻ നിന്നിരുന്ന റൂബി കാണുകയാണ് ഒരു മിന്നായം പോലെ. അത് കണ്ട് അവളാകെ പേടിച്ച് നിലവിളിച്ചു പോവാണ്. അപ്പോഴേക്കും ഈ ഒരു ടണലിന്റെ ഉള്ളിൽ നിന്നും ഇവരുടെ ആ ഒരു ട്രെയിൻ പുറത്തേക്ക് വന്നു. 5ാമത്തെ ബോഗി എങ്ങനെയാണോ മിസ്സായത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ട്രെയിനിന്റെ ബേഗിൽ 4ാമത്തെ ബോഗിയില്ല. ഒച്ചപ്പാടും ബഹളെല്ലാം കേട്ട് അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു മാനേജർ ആയിട്ടുള്ള സാൻഡോ പിന്നെ ആ ഒരു ബോസ് എല്ലാവരും പുറത്തേക്ക് വരികയാണ്. ഇവരിപ്പോഴാണ് ഇതുപോലെ 2 ബോഗി മിസ്സായി എന്നുള്ള ആ ഒരു വിവരം അറിയുന്നത്. ഇപ്പൊ ആ ഒരു ബോസ് എല്ലാവരോടും, അതായത് ടാക്കുന്റെ അടുത്തും പിന്നെ ഈ ഒരു മാനേജറോടും എല്ലാവരും ചോദിക്കാണ് എന്താണ് ഈ സംഭവിക്കുന്നത്, 2 ബോഗി അത് മിസ്സാകുക എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ കാര്യമാണോ, അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് അവരൊക്കെ എവിടെ പോയി, ഇതിനൊക്കെ ആരും ഉത്തരം പറയുന്നത് ചോദിച്ചപ്പോ സാർ അത് കുഴപ്പമൊന്നുമില്ല, ഇതെന്തൊക്കെ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് ആ ഒരു മാനേജർ സാൻഡോ ഇതിനെ മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന റംല അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, സാറേ ഞാനൊരു കാര്യം പറയട്ടെ, 5ാമത്തെ ബോഗി മിസ്സായി, ഓക്കെ അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് നമുക്ക് വിചാരിക്കാം. എന്നാൽ വീണ്ടും ഇതാ 4ാമത്തെ ബോഗി മിസ്സായിരിക്കുകയാണ്. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല സാറേ, പകരം അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു കാര്യം നമ്മുടെ പിന്നാലെയുണ്ട്, അത് നമ്മളെ ഹോണ്ട് ചെയ്യാണ്. ഇത് കേട്ടപ്പോൾ ആ ഒരു മാനേജർ ഉണ്ടല്ലോ സാൻഡോ കളിയാക്കി ചിരിക്കുകയാണ്. അമാനുഷികമായ കാര്യം ഒന്ന് പോയ അവിടുന്ന്. എന്നാൽ ഇതേ നേരത്ത് തന്നെ റൂബി ഇയാളെ നോക്കിയിട്ട് പറയാണ്, ഞാനും കണ്ടു സാറേ ഇതുപോലെ ആ ഒരു കണ്ണാടിയിലൂടെ ഒരു വല്ലാത്ത റിഫ്ലക്ഷൻസ്, വല്ലാത്ത രൂപങ്ങളെ ഞാൻ നേരിട്ട് കണ്ടതാ സാറേ, അതാണ് എല്ലാവരെയും കൊന്നതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. ഇത് കേട്ടപ്പോൾ മാനേജർ വീണ്ടും സിമ്പിൾ ആയിട്ട് ചിരിക്കുകയാണ്. സാറേ ഇവൾക്ക് എന്തോ വട്ടാ തോന്നുന്നു, ഇവർക്കൊക്കെ ചിലപ്പോൾ ഹാലൂസിനേഷൻ സംഭവിക്കുന്നതായിരിക്കും, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് തോന്നുന്നതായിരിക്കും. ഇനിയിപ്പോൾ ആ ഒരു ബോഗി ട്രെയിൽ പാളത്തിൽ ഊരി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റേഷനിൽ നിന്നും ആൾക്കാർ അത് അറിഞ്ഞിട്ടുണ്ടാവും, അങ്ങോട്ടേക്ക് ഓൾറെഡി രക്ഷപ്പെടുത്താനായിട്ട് പോയിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഹോറർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുക സാറേ. എന്നാൽ ബോസിനും എന്തോ ഒരു പേടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാൻഡോയോട് നീ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് ഈ ടൈക്കോണോട് സംസാരിക്കുകയാണ്. ടാക്കോണ് നീ എങ്കിലും സത്യം പറയുന്നു പറയണം, അതായത് മിസ്സായ ആ ഒരു 2 ബോഗി അതിനെന്ത് സംഭവിച്ചു, അത് എവിടെയാണുള്ളത്, എന്തെങ്കിലും ഒരു വിവരം നീ ആരെങ്കിലും
പുറത്തുള്ള ആരെങ്കിലും അറിയിച്ചോ, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ടാക്കൂൺ പറയാണ് ഇല്ല സാറേ, ഒരു വിവരം ആരും അറിയിച്ചിട്ടില്ല, ഇങ്ങോട്ടേക്ക് ഇട്ടൊരു വിവരം കിട്ടിയിട്ടുമില്ല. അതെന്താ, അതിന്റെ കാരണം എന്താ ചോദിച്ചപ്പോൾ ടാക്കൂൺ പറയാണ് ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള ഒരു കാര്യവും പുറത്തേക്ക് ആരും വിളിക്കാനും പറ്റുന്നില്ല, അവർ ഇങ്ങോട്ടേക്ക് കോളും വരുന്നില്ല, അതിലൊക്കെ എന്തോ ഒരു പ്രശ്നം പറ്റിയെന്ന് ടാക്കൂൺ പറയാണ്. ഇപ്പൊ ഈ ഒരു ബോസും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ട്രെയിനിന്റെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മാനേജർ സാൻഡോ. പോകുന്ന വഴിയിൽ ഫ്രഷ് ആയിട്ട്, അതായത് പുതുതായിട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു സീറ്റിംഗ് സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ പായൽ വന്നതുപോലെ കാണുകയാണ്. ചില പാസഞ്ചേഴ്സ് അതെന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അതെന്തെങ്കിലും പറ്റി പിടിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സാൻഡോ വേഗം തന്നെ അത് തുടച്ചെടുത്ത് കളയാണ്. ഇതിനുശേഷം നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ക്യാപ്റ്റനോട് ചോദിക്കാണ് എന്താ ഈ സംഭവിക്കുന്നത്, രണ്ട് പോയി, അതെവിടെ പോയി? സാറേ നമ്മൾ നോക്കുന്നുണ്ട്, എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല, കാരണം യാതൊരു കോള് പുറത്തേക്ക് ചെയ്യാനും പറ്റുന്നില്ല, അവിടുന്ന് ഒരു കോൾ ഇങ്ങോട്ടേക്ക് ഇട്ട് വരുന്നുമില്ല. എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ ഫോണിൽ സംസാരിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ അടുത്ത് വേണ്ടേ, ഒന്നുമില്ല ഇപ്പൊ നിലവിൽ. ഇപ്പൊ മാനേജർ വേണം, ഓക്കെ എന്തായാലും മിസ്സായത് അത് അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് ആ ഒരു റിസോർട്ടിലേക്ക് എത്തിക്കുക, അതിനുശേഷം നമുക്ക് ആ ഒരു രണ്ട് ബോഗികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പിന്നെ ബുദ്ധിമുട്ടുണ്ടായ പാസഞ്ചേഴ്സിന് അത്യാവശ്യം നല്ലൊരു തുക കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ എങ്ങനെയെങ്കിലും മൂടി വെക്കണം, കാരണം ഇതൊരു പുതിയ പ്രൊജക്റ്റാണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസും ഇതിന്റെ പുറത്ത് വരാൻ പാടില്ല. മാത്രമല്ല ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ റംല, അവര് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചോ. ബാക്കിയുള്ള യാത്രക്കാരോട് അവര് അധികം സംസാരിക്കുന്നത് അതൊന്നും നോക്കണേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവള് വിളിച്ചു പറഞ്ഞാലേ. അതൊക്കെ പോട്ടെ, ഈ 5ാമത്തെ ബോഗിയിലും 4ാമത്തെ ബോഗിയിലും എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് കാണാൻ കഴിയുമോ, അതായത് CCTV വിഷ്വൽ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ അത് വേണമെങ്കിൽ നോക്കാന്ന് പറയണം. അങ്ങനെ ആ ഒരു വിഷ്വൽ ഇവർ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവ്യക്തമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ, ഹൊറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്, അത് ഇവർ കാണുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ടും സാൻഡോ പറയുന്നത് എന്തായാലും ഇതൊന്നും ഇനി ആരും കാണിക്കാൻ നിൽക്കണ്ട, ഒരു കാര്യം ചെയ്തേക്ക് അതങ്ങ് ഡിലീറ്റ് ആക്കിയേക്കെന്ന് പറയണം. അതായത് എന്തോ വലിയ അപകടം ഉണ്ടായിട്ടും ഇതിന് വളരെ സില്ലി ആയിട്ട് എടുക്കുകയാണ്, ഇത്രയും ആൾക്കാരുടെ ജീവൻ വെച്ച് കളിക്കുകയാണ് മാനേജർ ആയിട്ടുള്ള ഈ ഒരു സാൻഡോ. ഇയാൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു പദ്ധതി, ഇതിന്റെ മേലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസും വരാൻ പാടില്ല. പക്ഷെ ആളുകളുടെ ജീവന്റെ കാര്യത്തിൽ ഇയാൾക്ക് യാതൊരു വിലയും ഇല്ല. ഇതേ സമയത്തിന് ആ ഒരു ബോസ് ഉണ്ടല്ലോ പൈസക്ക് ഇറക്കിയ ആൾ അത്യാവശ്യം ഒരു മാന്യനെ തോന്നുന്നു കേട്ടോ. അയാളിപ്പോ നമ്മുടെ മിസാൻഡിയോട് റൂബിയോട് ക്ഷമ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായതിൽ. മാത്രമല്ല അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന ആ ഒരു ബോഗിയിലേക്ക് ഇവരെ മാറ്റാനും പറയുന്നുണ്ട്. എന്നാൽ ഓൾറെഡി അത് മുഴുവൻ ഫുള്ളാണ്, സീറ്റ് ഇല്ല എന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ എങ്ങനെയെങ്കിലും സീറ്റ് ഉണ്ടാക്കി ഇവരങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു പറയണം. ഇവർ പോയി കഴിഞ്ഞപ്പോൾ റംല എന്ന് പേരുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ ബോസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയണത് സാറേ ഇതെന്റെ ഹസ്ബൻഡാണ്, നിങ്ങളുടെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി പണിക്കായിട്ട് ഉൾക്കാട്ടിലേക്ക് പോയതാണ്, ഇന്ന് വരെ എന്റെ ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത് ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല, അവർക്ക് എന്താ സംഭവിച്ചത് എന്നും ഞങ്ങളോട് ആരും പറയുന്നില്ല. ഇപ്പൊ ആകെ ടെൻഷനായ ബോസ് പറയാണ് മാഡം നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഞാൻ പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്തതൊക്കെ ആ ഒരു മാനേജർ ആയിട്ടുള്ള സാൻഡോയും അവന്റെ ആളുകളുമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനോടൊന്ന് ചോദിച്ചു നോക്കുന്നു ഇപ്പൊ ബോസ് പറയണം. അതായത് മാന്യമായിട്ട് തന്നെ ഈ ഒരു മനുഷ്യൻ ബിഹേവ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ മിസാൻഡിയും റൂബിയും കൂട്ടിയിട്ട് അപ്പുറത്ത് VIP ക്ലാസ്സിലേക്ക് എത്തിയിട്ടില്ലേ, അവിടെ ആ ഒരു ചെയർ മാത്രമേ ബാക്കിയുള്ളൂ, ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ചേച്ചിയോട് ഇരുന്നോന്ന് പറയുന്നുണ്ട്. എന്നാൽ റൂബിയോട് മിസാൻഡ് പറയുന്നത് നീ അവിടെ ഇരിക്കുക, എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു കാര്യം ചെയ്യാണ്ട്. മറ്റേ ആ ഒരു പയ്യനുണ്ടല്ലോ ടാക്കൂണ്, അവനെ കണ്ടെന്ന് എനിക്ക് സംസാരിക്കാണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു VIP-കൾ ഇവർക്ക് അതിൻ്റെതായ ആ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കൂട്ടത്തിലെ ലേഡി ഇവരേക്ക് എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, വല്ലാത്തൊരു സ്മെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ സ്പ്രേ അടിക്കാണ്, ഒരു ബിഹേവിയർ സെൻസ് ഇല്ലാത്ത മനുഷ്യന്മാര്. ഇപ്പൊ ഈ ടാക്കൂറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മിസാൻഡ് ചോദിക്കാണ് സത്യം പറയടാ എന്തെവിടെ ഈ സംഭവിക്കുന്നത്, ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം എന്റെ അനിയത്തി നേരിട്ട് കണ്ടതാണ്, അവൾക്ക് നുണ പറയേണ്ട യാതൊരു ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിട്ട് യാതൊരു നേട്ടവും ഇല്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അത് നീ പറ, നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞപ്പോൾ ടാക്കൂൺ പറയണം മാഡം ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല, സത്യം പറഞ്ഞാൽ എന്താണ് വിഷയം എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല മാഡം, ഞാൻ എന്ത് ചെയ്യാനാ മാഡം, നിങ്ങളെപ്പോലെ തന്നെ ഈ ട്രെയിനിൽ നിൽക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു യാത്രയ്ക്കായിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടത്. ഇതിനിടയിൽ വീണ്ടും ഈ ഒരു മിസാൻഡിക്ക് വേദന ഇളകാണ്, അവള് നേരെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ VIP ക്ലാസ്സിലെ ആ ഒരു യാത്രക്കാരൊക്കെ പറയണ എന്തിനാണ് ഈ ലോക്കൽസിനെയൊക്കെ ഇതിലേക്ക് കയറ്റി വിടുന്നത്, വല്ലാത്തൊരു നാറ്റം എന്നിട്ട് അവർ വല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാത്റൂമിലേക്ക് പോയ മിസാൻഡിയെ കാണിക്കുകയാണ്, അവള് വേദന കൊണ്ട് ബാത്റൂമിലേക്ക് ചെന്ന് ഛർദ്ദിക്കുമ്പോൾ നിറയെ ചോരയാണ് വരുന്നത്. പിന്നെ ആ ഒരു ഇപ്പൊ നിലവിൽ ലാസ്റ്റുള്ള ആ ഒരു ബോഗിയിലേക്ക് പോകാനായിട്ടൊക്കെ തൊഴിലാളികൾക്ക് മീൻസ് ഈ സപ്ലൈ ചെയ്യുന്ന ലേഡീസിനൊക്കെ ഭയങ്കര ഭയമുള്ളത് കൊണ്ട് ഇപ്പൊ ബോസ് പറയാണ് അവിടെ യാത്രക്കാരുണ്ട്, നിങ്ങൾ അവരെ പോയിട്ട് നോക്കുമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല സാറേ എനിക്ക് പേടിയാണെന്ന് പറയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അവരുടെ കാര്യം പിന്നെ ആരെ നോക്കുക, അങ്ങനെ ഈ ബോസ് നിർബന്ധിച്ചതുകൊണ്ട് ആ ബേക്കിലുള്ള അവരുടെ കാര്യം ഇപ്പൊ പോയിട്ട് ആ ഒരു സർവൻസ് ശ്രദ്ധിക്കുകയാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും വെള്ളമൊക്കെ കൊടുക്കണം. എന്നാൽ നിലവിൽ ഇതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ടണലിന്റെ ഉള്ളിലൂടെയാണ്, ഏറ്റവും ബേക്കിലത്തെ ആ ഒരു ബോഗിയിൽ തന്നെയാണ് ബോസ് ഇപ്പോഴുള്ളത് കേട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് നോക്കാനായിട്ട്. എന്നാൽ യാദൃശ്ചികമായിട്ട് ബോസ് മറ്റൊരു കാഴ്ച കാണുകയാണ്, അതായത് ചില മനുഷ്യരുടെ ശരീരം അത് അനക്കമില്ലാതെ ഏറ്റവും ബേക്ക് ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇവരുടെ ശരീരത്തിലേക്ക് ചിലന്തിയുടെ ആ ഒരു വലയുണ്ടല്ലോ അത് ചുറ്റിയതുപോലെ എന്തോന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോരുത്തരുടെ ദേഹവും ഇതുപോലെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിൽ നിന്ന് സർവൈവ് ആയത് കുറച്ച് ആളുകളാണ്, ഈ ഒരു ബോസ് അതുപോലെ ബോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സെർവൻസും. കാര്യം പന്തി എല്ലാന്ന് മനസ്സിലായ ഇവർ വേഗം തന്നെ ആ അടുത്ത ബോഗിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ഇതുപോലെ ആ ശരീരങ്ങളെ കൊണ്ട് ഈ ഒരു ബോഗി നിറയാണ്. ഇപ്പൊ ബോസ് പറയാണ് ആരും ശബ്ദം ഉണ്ടാക്കരുത്, എല്ലാവരും എന്റെ പിന്നാലെ പതിയെ വാന്ന്. അങ്ങനെ ഓരോരുത്തരായിട്ട് പതിയെ മുന്നോട്ടേക്ക് പോണ്. എന്നാൽ ആ ഒരു യക്ഷി, ആ ഒരു വനയക്ഷി എന്ന് വേണമെങ്കിൽ പറയാം, ഇത് വന്നിട്ട്
ആദ്യം തന്നെ കൊന്നുകളയുന്നത് ഈ ബോസിനെയാണ്. ഇയാളുടെ തലയുണ്ടല്ലോ പൊട്ടിച്ചിതറിച്ച് കളയാണ്. അതിനുശേഷം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഓരോ ആൾക്കാരെയും ചില ആൾക്കാരുടെയൊക്കെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഇവരുടെ കയ്യിൽ ചെറിയ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആയുധം ഉപയോഗിച്ച് അവർ സ്വയം കഴുത്തറുത്ത് കളയാണ്. വളരെ ബ്രൂട്ടലായിട്ട് മാരകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന്റെ ഉള്ളിൽ സംഭവിച്ചത്. എന്നാൽ അടുത്ത ബോഗിയുടെ ലാസ്റ്റ് ഭാഗത്തിരുന്ന മിസാന്റെ ഈ ഒരു കാര്യം നേരിട്ട് കാണുകയാണ്. തരിച്ചുപോയി ഈ കാര്യം നേരിട്ട് കണ്ട് ടാക്കനോട് ഈ കാര്യം പറയുന്നുണ്ട്. സോ അവരെ രക്ഷിക്കാനായിട്ട് നേരെ ആ ഒരു ബോഗിയിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ കടക്കാൻ പറ്റുന്നില്ല, അത് ലോക്കാണ്. അങ്ങനെ ഇവര് നോക്കി നിൽക്കെ സെർവന്റിൽ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇയാളെയും ആ ഒരു എന്താണെന്നറിയില്ല ആ ഒരു ശക്തി വന്ന് കൊന്നുകളയാണ്. അപ്പൊ തന്നെ ഈ ഒരു ടണൽ വിട്ട് ട്രെയിൻ പുറത്തേക്ക് വന്നു. എന്നാൽ ഇത്രയും നേരം ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു മൂന്നാമത്തെ ബോഗിയും നിലവിൽ കാണാനില്ല, അതും മിസ്സായിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവരുടെയൊക്കെ ബോസും. ഇത് നേരിട്ട് കണ്ട എല്ലാ യാത്രക്കാരും ആകെ ഭയന്ന് പോകുന്നുണ്ട്. പ്രത്യക്ഷപ്പെട്ട ടാക്കൂൺ നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയാണ്. ക്യാപ്റ്റൻ, ഇനി ആ ഒരു അടുത്ത ടണലിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. ഓരോ ടണലിന്റെ ഉള്ളിൽ ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ ഓരോ ബോഗിയും മിസ്സാവുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബോഗി അല്ലെങ്കിൽ ഈ ഒരു ട്രെയിൻ നിർത്തണം എന്ന് പറയാണ്. എന്നാൽ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു മാനേജർ സാൻഡോ പറയാണ്, കളി എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഓരോ ബോഗിയിലെയും മുഴുവനായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അത് നിന്റെ ഡ്യൂട്ടി അല്ലേ ടാക്കൂൺ? എന്നിട്ടും എല്ലാ ബോഗിയിലൂടെയും നടന്നിരുന്ന നീയെ ഒരു ബോഗിയിലും പെടാതെ കറക്റ്റായിട്ട് എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടു വന്നത്? 5ാമത്തെ ബോഗി നഷ്ടപ്പെട്ടപ്പോ നീ അതിലില്ലായിരുന്നു. പിന്നെ 4ാമത്തെ ബോഗി നഷ്ടമായപ്പോ നീ അപ്പൊ അതിലും ഇല്ലായിരുന്നു. ഇപ്പൊ 3ാമത് നഷ്ടമായി, അപ്പൊ അതിലും നീ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം എന്താണ്? നീയും കൂടി അറിഞ്ഞോണ്ടില്ല എന്തോ ഒരു പദ്ധതിയാണിത്. മാത്രമല്ല ആ ബോഗിയിലുള്ള CCTV കാര്യങ്ങളൊന്നും മര്യാദക്ക് വർക്ക് ആവുന്നില്ല. പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം ആകെ ബ്രേക്ക് ആയി കിടക്കുകയാണ്. ഇത് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയാണ്. നീയും നിന്റെ ഏതോ ആൾക്കാരും കൂടിയിട്ട് ഈ 3 ബോഗികളെയും മനഃപൂർവ്വം ടണലിന്റെ ഉള്ളിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നല്ലേ? മോഷ്ടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന യാത്രക്കാരുടെ കയ്യിൽ വിലപിടിപ്പുള്ളത് ഉണ്ടാവുന്ന നിനക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി നീ ചെയ്യുന്ന പരിപാടിയല്ലേ എന്ന് മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ടാക്കൂൺ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമാണ്. അതിപ്പോ ഈ ഒരു മാനേജർ ഇവനോട് പറയാണ്. അതായത് ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ ട്രെയിനിനെ ആ ഒരു റിസോർട്ടിലേക്ക് എത്തിക്കണം. അവിടെ എത്തിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾക്ക് ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കേട്ട സമയത്തിന് ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ട് ടോണി എന്ന് പറഞ്ഞ ഒരുത്തിന് കുറെ കാശുമായിട്ട് ഈ ട്രെയിനിൽ വന്നു കയറില്ലേ. ഇവൻ വേഗം മുകളിൽ വെച്ച് അവന്റെ ആ ഒരു ബാഗ് എടുക്കാണ്. എന്റെ കാശിലെങ്ങാനും ആരെങ്കിലും ഒരാൾ തൊട്ടാൽ കൊന്നു കളയെന്ന് പറയാണ്. ഇതിനിടയിൽ ഒരു ബോട്ടിൽ പൊട്ടിച്ച് അതിന്റെ ഒരു ചില്ല് കഷ്ണവും പിടിച്ചുകൊണ്ട് നേരെ ടാക്കൂന്റെ അടുത്തേക്ക് നീട്ടിയിട്ട് പറയാണ്, നീ എന്റെ അടുത്തേക്ക് വന്നു പോരുത്. ഇതേ നേരം തന്നെ അടുത്ത ടണലിന്റെ ഉള്ളിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്, അതായത് എങ്ങനെയെങ്കിലും ട്രെയിൻ ഒന്ന് നിർത്ത്, ആ ടണലിന്റെ ഉള്ളിലേക്ക് പോവല്ലേ എന്ന്. ക്യാപ്റ്റൻ ഇപ്പൊ നേരെ 1ാമത്തെ ആ ഒരു ബോഗിയിലേക്ക് ചെല്ലുകയാണ്. അതിന്റെ ഉള്ളിലാണ് ശരിക്കും ഈ ഒരു ബിസിനസ്, ട്രെയിൻ, ആ ഒരു റിസോർട്ട് ഇതിലേക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനമായിട്ടുള്ള ആൾക്കാരുള്ളത്. വേഗം തന്നെ അങ്ങോട്ടേക്ക് കയറിയിട്ട് അതിന്റെ ആ ഒരു ഡോർ ഇയാൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ചില്ലിന്റെ കുപ്പിയായിട്ട് നിൽക്കുന്ന ഈ ഒരു ടോണി ഉണ്ടല്ലോ, ഇവന്റെ കയ്യിൽ നിന്നും അത് തട്ടി തെറിപ്പിക്കാനായിട്ട് മിസാന്റെയും റോബി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഈ ടാക്കൂണിനെ സഹായിക്കാണ്. ഇതിനിടയിൽ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ചില്ല് താഴേക്ക് വീണു പോകുന്നുണ്ട്. മാത്രമല്ല അത് അവന്റെ കയ്യിൽ കിട്ടാതിരിക്കാനായിട്ട് മിസാന്റെ വേഗം തന്നെ അതെടുത്ത് മാറ്റാൻ നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ടോണിയുടെ വയറ്റിലേക്ക് അറിയാതെ ഇത് കയറി പോവാണ്. 1ാമത്തെ ബോഗിയിൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കാര്യം ഇപ്പൊ നേരിട്ട് കാണുകയാണ് കേട്ടോ. ഇവരാകെ പേടിച്ചു പോയി. എന്താ കാര്യം ചോദിച്ചപ്പോൾ അപ്പുറത്ത് മുഴുവൻ റൗഡികളാണ് മോഷണം നടത്തുകയെന്നൊക്കെ ഇപ്പൊ ഈ ഒരു ക്യാപ്റ്റൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇവരൊക്കെ ഇപ്പൊ നിലവിലുള്ളത് 2ാമത്തെ ബോഗിയിലാണ്. 2ാമത്തെ ബോഗിയിൽ റമ്മലയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടാക്കൂൺ ഉണ്ട്, മിസാന്റെ ഉണ്ട്, റൂബി ഉണ്ട്, വേറെയും കുറച്ചധികം VIP കളുണ്ട്. എന്നാൽ ഈ VIP കൾക്കൊന്നും എന്തോ ഹൊറിഫിക് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവം കാരണമാണ് ഇതുപോലെ ബോഗികൾ വിട്ടു പോകുന്നതെന്ന് അറിയില്ല. ഈ ടണലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 2ാമത്തെ ബോഗിയും നഷ്ടമാകും അല്ലെങ്കിൽ കാണാതാവുമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ ബോഗിയിലേക്ക് പോകാനായിട്ട് ഇവർ വലിയ വ്യഗ്രതയൊന്നും കാണിക്കുന്നില്ല. ഇവര് നോക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു ടാക്കൂണിനെ പിടിക്കണം, കാരണം അവനാണ് ഇതൊക്കെ ഒപ്പിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും ടാക്കൂണും മിസാന്റെയും റൂബി വിചാരിക്കുന്നത് എന്താ, 1ാമത്തെ ബോഗിയിലേക്ക് എങ്ങനെയെങ്കിലും കടക്കണമെന്ന്. എന്നാൽ മാനേജർ ആണെങ്കിൽ ഓൾറെഡി അത് ലോക്ക് ആക്കിയിട്ടുണ്ട്. എന്നാൽ ടാക്കൂൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുറ്റിക എടുത്തുകൊണ്ട് ഈ ഡോറിന്റെ ചില്ല് അടിച്ചങ്ങോട്ട് പൊളിച്ചു കളയാണ്. എന്നിട്ട് അതിലൂടെ ഇവരങ്ങനെ ഓരോരുത്തരായിട്ട് കടക്കുകയാണ് കേട്ടോ. മിസാന്റെയും റൂബിയും റമലയും എല്ലാവരും അപ്പുറത്തേക്ക് കിടന്നു. ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ടാക്കൂൺ മാത്രമുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ 2ാമത്തെ ബോഗിയിൽ ഉണ്ടായിരുന്ന VIP അവനെ പിടിക്കുകയല്ല, അവനെ ചുറ്റും വളയുന്നുണ്ട്. എന്നാൽ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസിന്റെ കഷ്ണം എടുത്ത് ടാക്കൂൺ അടുത്തേക്ക് വരരുത് എന്ന് പറയാണ്. എന്നാൽ ആ VIP പറയാണ്, നീ പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാമാവ്, ശാന്തനാവ്, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ അവർ മാന്യമായിട്ട് ചോദിക്കുകയാണ്. എന്നാൽ ഇവരെ വിശ്വസിച്ച് ടാക്കൂൺ ആ ഒരു ചില്ലിന്റെ കഷ്ണം താഴേക്ക് ഇട്ടതും ഇവന്മാര് ടാക്കൂണിനെ വളഞ്ഞിട്ട് പൊതിയാണ്. നല്ല പെരുക്ക് പെരുക്കുന്നുണ്ട്. എത്രയൊക്കെ കാര്യങ്ങൾ ഇവന്മാരോട് പറയാൻ ശ്രമിച്ചിട്ടും ഇവരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അതേ സമയത്ത് തന്നെ ആ ഒരു അടുത്ത ടണലിന്റെ ഉള്ളിലേക്ക് ട്രെയിൻ കയറി കഴിഞ്ഞു. അധികം വൈകിയില്ല, ആ ഒരു വനയക്ഷി ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ടാക്കൂൺ സകല ശക്തി എടുത്ത് കുതറി മാറിയിട്ട് 1ാമത്തെ ബോഗിയിലേക്ക് കയറുകയാണ്. അവനിപ്പോ മിസാന്റെയും അതുപോലെ തന്നെ റൂബിയും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ 2ാമത്തെ ബോഗിയിൽ ഇപ്പൊ നിലവിലുള്ള ആ ഒരു VIP ഇവർ ഓരോരുത്തരെയായിട്ടും വന്ന ആ ഒരു യക്ഷി ഉണ്ടല്ലോ, വനയക്ഷി, അവൾ അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെ മുഖത്ത് നോക്കി ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ മരം പോലെ ആയി പോകുന്നുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഒരു പെൺകുട്ടി മാത്രം ബാക്കിയാവുന്നുണ്ട്. അവൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നുണ്ട്. ഇവരുടെ അടുത്തേക്ക് എത്താനായപ്പോഴേക്കും ട്രെയിനിന്റെ ആ ഒരു ചില്ല് തകർത്തുകൊണ്ട് ഇവളെ പുറത്തേക്ക് ഒരൊറ്റ ഏറുകയാണ്. അങ്ങനെ ആ ഒരു ടണലും കഴിഞ്ഞ് ട്രെയിൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ നിലവില് ഒരേ ഒരു ബോഗി മാത്രമുള്ളത്.
അതായത് എഞ്ചിനോട് ഘടിപ്പിച്ച ആ ഒരേ ഒരു പോക്കി. ബാക്കിയുള്ള 4 ഇപ്പൊ നിലവിലില്ലല്ലോ. അപ്പൊ ഇത് മനസ്സിലാക്കിയ ടേക്കൻ പറയാണ്, ക്യാപ്റ്റൻ പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഈ ഒരു ട്രെയിൻ നിർത്ത്, ദയവ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ ജീവനെ നിങ്ങളൊന്ന് മാനിക്കണം. അങ്ങനെ ക്യാപ്റ്റൻ ഇതിന് സമ്മതിക്കാണ്. ഇപ്പൊ വേഗം തന്നെ ആ ഒരു മാനേജർ വന്നിട്ട് ആ ഒരു കീ തന്നേക്ക്, ഞാൻ എന്തായാലും സ്റ്റോപ്പ് ആക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് നേരെ എഞ്ചിൻ റൂമിലേക്ക് കയറുകയാണ്. കയറിയ ഉടനെ തന്നെ അത് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പകരം എന്താ ചെയ്തത്, ഇത് നിർത്താതെ വീണ്ടും അതിന്റെ ആ ഒരു സ്പീഡ് കൂട്ടുകയാണ്. വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു ക്യാപ്റ്റൻ, അവിടെ അസിസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, അസിസ്റ്റന്റിനോട് പറയണ മര്യാദക്ക് ഇത് തുറന്നോ, ഞാനാണ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ഈ മാനേജർ ആയിട്ടുള്ള സാൻഡോട് പറയണത്, നിങ്ങൾ എത്ര പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും ശരി, ഇതിന്റെ ക്യാപ്റ്റൻ ഞാനാണ്. എന്തായാലും ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ കൊണ്ട് തന്നെ ആ അസിസ്റ്റന്റ് വേഗം വന്ന് വാതിൽ ഓർക്കുകയാണ്. ഇതിനിടയിൽ ആ ഒരു ട്രെയിൻ അത് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി ഇവർ നോക്കുമ്പോൾ ഓൾറെഡി ഇതിന്റെ ആ ഒരു സ്പീഡ് വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ. ഇത് സ്റ്റോപ്പ് ആക്കാനായിട്ട് മാനേജർ സമ്മതിക്കുന്നില്ല. അവിടെ ഒരു ഫൈറ്റ് നടക്കണം. ഫൈറ്റിനിടയിൽ ഈ സാൻഡോ ടാക്കോണിനെ ഒരൊറ്റ ചവിട്ടി ചവിട്ടാണ്. ഡോറ് തുറന്ന് അവൻ പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ തട്ടി അവന്റെ ബോഡി ചെതറി പോകുന്നുണ്ട്. ആ ഒരു ബ്ലഡ് എല്ലാം ഇപ്പൊ നമ്മുടെ ഈ ഒരു നിസാൻഡയുടെ ആ ഒരു മുഖത്താവുകയാണ്. അവന്റെ ആ ഒരു പേര് വിളിച്ചുകൊണ്ട് അവൾ ആകെ ഷോക്കായി നിന്നു പോവാണ്. ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെയിൻ ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് പാളം തെറ്റുകയാണ്. ട്രെയിൻ ഷേക്ക് ആവുന്നത് പതിയെ ചെരിയാണ്, ചെരിഞ്ഞുകൊണ്ടാണ് ഇത് ചെന്നങ്ങ് വീഴുന്നത്. എന്നാൽ ഭാഗ്യത്തിന് ആരും മരണപ്പെട്ടില്ല. ട്രെയിൻ ആണെങ്കിൽ പാളം തെറ്റി പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഒരു തീരുമാനം എടുക്കാണ്, ടണലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണല്ലോ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി ആരും ടണലിന്റെ ഉള്ളിലേക്ക് പോകണ്ട, പകരം കാട്ടിലൂടെ നടന്ന് ആ ഒരു റിസോർട്ടിലേക്ക് പോവാ. അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടി രക്ഷപ്പെടാന്ന് പറയാം. എന്നാൽ ഇത്രയും വലിയ അപകടത്തിന് കാരണക്കാരനായ ടാക്കോന്റെ മരണത്തിന് കാരണക്കാരായ സാൻഡോയെ ഇതിന്റെ ഉള്ളിൽ തന്നെ കെട്ടിയിടാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഇതേ നേരം എല്ലാവരും പോവാൻ നിൽക്കാണല്ലോ. അപ്പൊ ആ ഒരു റംല വന്നിട്ട് അവരുടെ ഭർത്താവിന്റെ ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ കൂടെ പോയൊരു ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയണം. ഇനി ഈ മാനേജർ പറയണത് എനിക്കറിയില്ല, എനിക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയണം. ഇനി ഇത് കേട്ടപാട് ഞാൻ ഒരു ട്രെയിനിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വരികയാണ്. നിനക്കൊന്നും അറിയില്ല അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത് നിനക്കൊന്നും അറിയില്ല അല്ലേ? അങ്ങനെ ക്യാപ്റ്റൻ അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ എല്ലാവരോടും വിളിച്ചു പറയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഈ വനത്തിന് നടുവിലായിട്ട് ഒരു ട്രെയിൽ പാളം ഉണ്ടാക്കാനായിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. വനത്തിനെ നശിപ്പിക്കേണ്ട, ഡേഞ്ചർ ആയിട്ടുള്ള ടണലുകൾ ഉണ്ടാക്കണ്ട, അങ്ങനെയൊന്നും ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം കൂടിയാലും കാടിനെ ചുറ്റിക്കൊണ്ടൊരു ട്രെയിൽ പാളം, അതായിരുന്നു ശരിക്കുള്ള പദ്ധതി. എന്നാൽ ഈ ഒരു മാനേജർ സാൻഡോ പറഞ്ഞത്, വരുന്ന യാത്രക്കാർക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റണ്ടേ, വനത്തിനുള്ളിലൂടെ ആ ഒരു കാഴ്ച കണ്ട് പോകുമ്പോഴല്ലേ കുറച്ച് യാത്രക്കാരും വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ട് വരുള്ളൂ, പണം കൂടുതൽ കിട്ടുള്ളൂ. അങ്ങനെ ഇയാളുടെ താല്പര്യപ്രകാരം മാത്രമാണ് വനത്തിലൂടെ ഇതുപോലൊരു ട്രെയിൽ പാളം ഉണ്ടാക്കിയത്. ഇനിയിപ്പോ അതിനു വേണ്ടി മലകൾ നികത്തണമെങ്കിൽ നികത്തിക്കോ, മരങ്ങൾ വെട്ടണമെങ്കിൽ വെട്ടിക്കോ, എല്ലാത്തിനുള്ള കാര്യങ്ങൾ ഇയാൾ തന്നെ ഉണ്ടാക്കി വെച്ചത്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് പ്രദേശത്തിലെ നേറ്റീവായിട്ടുള്ള കുറച്ച് ആളുകൾ വന്ന് ഞങ്ങൾക്കൊരു അപായ സൂചന തന്നു. ഒരിക്കലും ഈ ഒരു കാട്ടിലേക്ക് വരാൻ പാടില്ല, വന്നാൽ തന്നെ ഇവിടുത്തെ മരങ്ങളോ ചെടികളോ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ നശിപ്പിച്ചാൽ ഈ വനത്തിനെ സംരക്ഷിക്കുന്ന ഒരു വനയക്ഷിയുണ്ട്, അവൾക്കത് സഹിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഏത് രീതിയിലാണ് അവൾ പ്രതികരിക്കാൻ പറ്റില്ല എന്നൊക്കെ അന്ന് ആ നേറ്റീവായിട്ടുള്ള ആൾക്കാർ നമുക്ക് വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു വാണിംഗ് തരാൻ വന്നവരെ അടിച്ചു ഓടിക്കല്ലാതെ അവരെന്താണോ പറയാൻ വന്നത് അതൊരു തരി പോലും ഇയാൾ കേൾക്കാൻ തയ്യാറായില്ല. അതിനുള്ള പണിഷ്മെന്റ് ആണ് ഇപ്പൊ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വനയക്ഷിയാണ് നമ്മളെല്ലാം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരും പറയാണ്, ഇയാൾ ഇവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് എന്തായാലും കാട്ടിലൂടെ പോവാന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ട്രെയിൻ വിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കൂട്ടത്തിലെ ചില ആൾക്കാരെ പെട്ടെന്ന് കാണാതാവാണ്, കാടിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ടണലിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വനയക്ഷി പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട എല്ലാവരും എങ്ങോട്ടേക്കെന്നില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ ട്രെയിനിന്റെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കാനുള്ള ആ ഒരു മാനേജർ ഇയാളുടെ അടുത്തേക്ക് വനയക്ഷി ചെല്ലുകയാണ്. ഇയാൾ അർഹിക്കുന്ന മരണം ഇയാൾക്ക് കിട്ടുന്നുണ്ട്. അതികൊടൂരമായിട്ട് തന്നെ ഇയാളെ ആ ഒരു യക്ഷി കൊല്ലുകയാണ്. അടുത്ത സീനിൽ ഈ ഒരു ട്രെയിനിന്റെ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. ക്യാപ്റ്റനും ഒറ്റയ്ക്ക് ഏതോ ഒരു വഴി ഓടി പോകുമ്പോൾ വനയക്ഷി കൊന്നു കളഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ഡെഡ് ബോഡികൾ ഈ 8 കാലി വല ചുറ്റിയതുപോലെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതൊന്നും നോക്കാതെ കണ്ണ് അടച്ചുകൊണ്ടാണ് ഇയാൾ ഓടുന്നത്. എന്നാൽ എല്ലാവരും കൂടെ വന്ന് ഈ ഒരു ക്യാപ്റ്റനെ പൊതിയാണ്, തിന്ന് തീർത്ത് കളയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്തോടെ നമ്മുടെ മിസാൻഡ, റൂബി ഇവരുടെ കൂടെ ഒരു റംലയുണ്ട്. അപ്പൊ ഇവർ 3 പേരും പോകുമ്പോൾ റംല പറയണം, മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തേക്കുള്ള വഴി കാണുകയാണ്, ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ വരുന്നില്ല, എന്റെ ഭർത്താവ്, അദ്ദേഹത്തെ കിട്ടാതെ ഞാൻ വരില്ല എന്ന് പറയാണ്. ഇപ്പൊ മിസാൻഡ പറയാണ്, അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും, ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ നിങ്ങളും വാന്ന് പറയുമ്പോൾ റംല പറയാണ്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടേ വരുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഇപ്പൊ മിസാൻഡയും റൂബിയും കൂടെ അവിടുന്ന് മുന്നോട്ടേക്ക് ഓടുകയാണ്. സത്യം പറഞ്ഞാൽ എങ്ങോട്ടേക്ക് ഓടണം, ഏത് വഴിയെ പോകണം ഒരു ധാരണയില്ല. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് മിസാൻഡ റൂബിയുമായിട്ട് ഒരു മരത്തിന്റെ പിന്നിൽ പോയിട്ട് ഒളിക്കുകയാണ് കേട്ടോ. എന്നാൽ അതേ നേരം തന്നെ വന്ന ഒരു ശബ്ദം അത് വല്ലാതെ ഇവരെ വശപ്പെടുത്തി കളയാണ്. മിസാൻഡയുടെ കണ്ണുകളുടെ നിറം വരെ മാറിപ്പോകുന്നുണ്ട്. ഇപ്പോ ഈ ഒരു കാട്ടിലൂടെ പല ഭാഗത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും അവിടെ നിശ്ചലമായി പോവാണ്. ഇവരുടെ ശരീരം പതിയെ ഒരു മരം പോലെയായിട്ട് മാറുന്നുണ്ട്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ട്രെയിന്, അതുപോലെ തന്നെ ആ ഒരു റെയിൽ പാളം, ഇതിന്റെ ഉള്ളിലൂടെയൊക്കെ ഒരുപാട് വേരുകൾ വന്ന് കയറുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് ബോധം വന്ന മിസാൻഡ് നോക്കുമ്പോൾ അവളുടെ ശരീരത്തിലേക്ക് വല്ലാത്തൊരു കവറിങ്. ഇപ്പൊ അവളുടെ തൊട്ട് മുന്നിൽ തന്നെ അനിയത്തിയായിട്ടുള്ള റൂബിയുണ്ട്. റൂബിയും ഇതുപോലെ പതിയെ ഒരു മരം ആയിക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയ റൂബി പറയാണ്, ചേച്ചി എനിക്ക് എന്താ സംഭവിക്കുന്നത്, എനിക്ക്
മരിക്കണ്ട ചേച്ചി, എനിക്ക് മരിക്കണ്ട, പേടിയാണെന്ന് പറയാണ്. എന്നാൽ അപ്പോഴേക്കും റൂബി പൂർണ്ണമായിട്ടും ഒരു മരമായിട്ട് തീരുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല മിസാന്റയുടെ ദേഹം അതുപോലെ മരമാകുന്നില്ല. അവളുടെ ദേഹത്ത് ചുറ്റിക്കൂടി ആ ഒരു വള്ളി മുഴുവൻ പഴയതുപോലെ ഊരിപ്പോവാണ്. ഓടിച്ചെന്ന് മിസാന്റ റൂബി മരമായിട്ട് നിൽക്കുന്നില്ല, അതിനെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു വനേക്ഷയോട് ഉറക്കനെ അലറി കരഞ്ഞു പറയാണ്, മരിക്കാൻ നിൽക്കുകയാണ് ഞാൻ, വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ, എന്റെ അനിയത്തിയെ തിരിച്ചു തന്നൂടെ. എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാതെ മിസാന്റയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് വനേക്ഷി ഇവിടുന്ന് പോവുകയാണ്. പോയപ്പോഴേക്കും ഇവിടെ അങ്ങനെ ഒരു ട്രെയിനോ അല്ലെങ്കിൽ ഒരു റെയിൽ പാളോ തുരങ്കോ അങ്ങനെ ഉണ്ടായെന്നുള്ളതിന് യാതൊരു അടയാളവും ഇല്ല. പഴയതുപോലെ തന്നെ ആ കാട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വനയക്ഷി മാറ്റിയിട്ടാ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും മിസാന്റയെ മാത്രം ആ ഒരു യക്ഷി വെറുതെ വിട്ടിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അധികം വൈകാതെ അവള് മരിക്കാൻ പോവാണെന്ന് ആ ഒരു യക്ഷിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം മിസാന്റ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുന്ന സമയത്ത് അവളുടെ തലയിൽ മുടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാൻസർ അല്ലേ, കീമോതെറാപ്പിയും കാര്യങ്ങളും ചെയ്തിട്ട് അവളുടെ തലയിലെ മുടിയൊക്കെ പോയിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ രോഗം അവൾക്ക് ഭേദമായിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാട്ടിൽ തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് അന്ന് ആ ഒരു ട്രെയിൻ വീണ ഭാഗത്തേക്ക് ഇപ്പൊ നമ്മുടെ മിസാന്റ വന്നിട്ടുണ്ട്. അവൾക്കറിയാം ഏതാണ് അവളുടെ അനിയത്തി മരമായി മാറിയ ഒരു പൊസിഷൻ. അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ്, അനിയത്തിയുടെ ആ ഒരു മരത്തിനെ നോക്കുകയാണ്. എന്നിട്ട് അതിനെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്, ചേച്ചിയുടെ ഇപ്പത്തെ കോലം എങ്ങനെയുണ്ട്, നല്ല രസമുണ്ട് അല്ലേ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പോയിട്ട് ചികിത്സയെല്ലാം ചെയ്യുന്നുണ്ട്, ശരീരത്തിന് ഭേദമായ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോ. പക്ഷെ എന്തൊക്കെയായിട്ടും നീ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഈ ജീവിതം എനിക്കൊരു രസമില്ല എന്ന് പറയാണ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഓരോ നിമിഷവും ഞാൻ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ ആ ഒരു മരത്തിലെ ഓരോ പൂവുകളും അതങ്ങനെ മുട്ടിട്ട് നിൽക്കുകയായിരുന്നു, എല്ലാം ഒറ്റയടിക്ക് വിരിയാണ്. അതോട് കൂടിയിട്ട് മിസാന്റയ്ക്ക് മനസ്സിലായി മിസാന്റ പറയുന്ന കാര്യങ്ങളൊക്കെ റൂബി എങ്ങനെയോ കേൾക്കുന്നുണ്ട്, അതിനവൾ റെസ്പോൺസ് ചെയ്തതാണ് ആ ഒരു വിരിഞ്ഞ പൂക്കൾ. എന്തായാലും ഇത് കണ്ടപ്പോൾ മിസാന്റയ്ക്ക് സന്തോഷമാണ്. അവൾ പിന്നീട് ആ ഒരു കാട്ടിൽ നിന്നും തിരിച്ചു പോകണം. ഇനി ഒരിക്കലും ഒരാളും ഈ ഒരു കാട്ടിലേക്ക് വരാതിരിക്കട്ടെ, വന്നാൽ ഇതായിരിക്കും അവസ്ഥ. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ. ഇഷ്ടമായാൽ പറയണം കേട്ടോ, എന്നാലല്ലേ ഇതുപോലെയുള്ള കഥകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.